അബ്രഹാമിന്റെ ഉടമ്പടിയിൽ അവൻ ഓഫർ ചെയ്യുന്നതായ 3 കാര്യങ്ങളുണ്ട്. ലാൻഡ്, സീഡ് ആൻഡ് ഹി വിൽ ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. ഇതിനകത്ത് ആദ്യം നമുക്ക് ലാൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ ദേശത്തെ കുറിച്ച് പഠിക്കാം. ദൈവത്തിന്റെ പ്രോമിസിനകത്ത് അബ്രഹാമിന് കൊടുക്കുന്നതായ ദേശത്തിന്റെ പ്രോമിസ്. അബ്രഹാമിനോട് ചേർന്നാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മളും ശരിക്ക് ഗ്രഹിച്ചില്ലെങ്കിൽ ആ യാത്രയിൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയത്തില്ല. അബ്രഹാമിന് ദൈവം ഒരു ദേശം വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? ശരിക്കും വിളിക്കുന്ന സമയത്ത് ദേശം അവന് കൊടുക്കുമെന്ന് പറയുന്നില്ല. അവനോട് എന്താ പറയുന്നുള്ളൂ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. എന്നാൽ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവം അവന് ആദ്യം ഒരു ദർശനം നൽകി, തിയോഫാനി. എന്നിട്ട് പറയുന്നു, യഹോവ അവന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ കനാൻ നാട്ടിൽ ചെല്ലുന്നത് വരെ ഇവൻ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് അവൻ അറിയത്തില്ലായിരുന്നു. ഇവൻ പോകുന്നത് കനാൻ നാടാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. കനാൻ നാട് പാലും തേനും ഒഴുകുന്ന ദേശമാണെന്നുള്ളത് ഇവൻ അറിയത്തില്ലായിരുന്നു. ഇവനൊന്നും അറിയാതെ ആരെ മാത്രം കണ്ടിറങ്ങിയതാണ്? ദൈവത്തെ കണ്ടിറങ്ങിയവനാണ്. അപ്പോൾ ദേശം കാണാതെ ഇറങ്ങിയവനാണെങ്കിലും ദൈവം ദേശത്ത് ചെന്നപ്പോൾ അവന് ദൈവദർശനവും അതോടുകൂടെ ദേശത്തിന്റെ വാഗ്ദാനവും നൽകുകയാണ്. കൊടുത്തില്ല അവിടെയും. അത് മനസ്സിലാക്കണം. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കനാൻ നാട് ഇവനങ്ങ് കൊടുത്തോ? ഇല്ല, അവന് കൊടുത്തില്ല. പക്ഷെ അതിലുപരിയായിട്ട് അവന് കിട്ടിയ ഒരു ദൈവ ദർശനമുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മെസൊപ്പൊത്തോമിയയിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായി, ഒരു ഗോഡ്ലി എൻകൗണ്ടർ അവനുണ്ടായി. ഹാരാനിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായി, അവനോട് ദൈവം സംസാരിച്ചു, കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇപ്പോൾ കനാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം അവന് പ്രത്യക്ഷനായി. എന്നിട്ട് അവനൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഈ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. 13-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട ദേശത്ത് നെറുകയും കുടുകയും സഞ്ചരിക്കുക, അത് ഞാൻ നിനക്ക് തരും. നോക്കുക, അവിടെയും ദൈവം ഒരു പ്രോമിസ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ കുറെ കൂടെ ഡിഫറന്റ് ആയിട്ട്, ആദ്യം ഈ ദേശം തരുമെന്ന് പറഞ്ഞപ്പോൾ ഇത് അതല്ല പറയുന്നത്, നീ കാണുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് ശാശ്വത അവകാശമായിട്ട് തരും. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കാൻ സമയം എടുക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ, ദേശം അവന് കൊടുക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ, എന്താണ് ദേശം എന്നുള്ള മാപ്പ് അവന് കാണിച്ചു കൊടുക്കുന്നത് 15-ാം അധ്യായത്തിലാണ്. അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമിയർ, അമോരിയർ, കനാന്യർ, ഗിർഗശ്യർ, എബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രോമിസ് കൊടുത്തു, അതിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അബ്രഹാമിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഇതൊന്നും നടന്നില്ല. അവൻ നമ്മുടെ പ്രവാചകന്മാരൊക്കെ എപ്പോഴും പറയുമല്ലോ, ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവത്തെ മുറുകെ പിടിച്ചോണം, അത് കിട്ടുന്നത് വരെയും അതിന്റെ പുറകെ നടന്നോണം എന്നൊക്കെ പറയുമല്ലോ. അബ്രഹാം മുഴുവൻ കാലം ജീവിച്ചിട്ടും അബ്രഹാമിന് എന്ത് കിട്ടിയില്ല? ഈ ദേശമൊന്നും കിട്ടിയില്ല എന്ന് തന്നെയല്ല, പിന്നിവർക്ക് ഇത് കിട്ടുന്നത് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട്. അബ്രഹാമിന്റെ കാര്യത്തിൽ സാറായെ അടക്കാൻ ഒരു സ്ഥലം പോലും അബ്രഹാമിന് സ്വന്തമായിട്ട് ഇല്ലായിരുന്നാ പറയുന്നത്. ജനസിസ് 23 നമ്മൾ വായിക്കുന്നത് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒരു ചെറിയ അടക്കാൻ ഒരു ഗുഹ അവൻ എന്ത് ചെയ്യാണ്? വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. അതുപോലുമില്ല. 4.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം യോശുവയാണ് യുദ്ധം ചെയ്ത് ഈ ദേശത്തിന്റെ കുറെയൊക്കെ പിടിച്ചു കൊടുത്തത്. പക്ഷേ 15-ാം അധ്യായത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്ഥലമൊന്നും അന്നേരവും കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല. ഇതുവരെയായിട്ടും ദാവീദിന്റെ കാലത്തുൾപ്പെടെ ഒരു കാലയളവിലും ദൈവം പ്രോമിസ് ചെയ്ത ലാൻഡ് ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ, ഈ ദൈവം നമ്മൾ പറയും വാഗ്ദത്തം ചെയ്താൽ മാറാത്തവനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാഗ്ദത്തം ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. കൊടുക്കാൻ എന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും വലിയ കാര്യമല്ലാത്തതുകൊണ്ടാണ്. നമുക്കിതൊക്കെ വലിയ കാര്യമായതുകൊണ്ടോ നമ്മൾ വാഗ്ദത്തം എന്ന് പറയുന്നത്? ഇതൊന്നുമല്ല. ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് അബ്രഹാമിന് പിന്നീട് മനസ്സിലായി. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ പാർത്തു. അവന്റെ മകനായ ഇസഹാക്കിനെയും കൊച്ചുമകനായ യാക്കോബിനെയും പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു,
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു പട്ടണത്തെ നോക്കിക്കൊണ്ട്. അപ്പോൾ അബ്രഹാം ആദ്യം രക്ഷിക്കപ്പെട്ട് വന്ന, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ട് വന്ന സമയത്തൊക്കെ ഈ ദേശം കിട്ടുമെന്നൊക്കെ അവന്റെ മനസ്സിൽ ചിലപ്പോൾ കാണുമായിരിക്കും, കൊടുക്കാമെന്നൊക്കെ പറഞ്ഞല്ലേ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പട്ടണത്തിന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ മോനെയും കൊച്ചുമോനെയും വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാനിവിടെ വന്നപ്പം കർത്താവിനോട് പറഞ്ഞു ഇതെല്ലാം നിനക്ക് തരുമെന്ന്. പക്ഷെ മോനെ, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ലടാ, ഇത് ദൈവത്തിന് തരാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ ഇടയ്ക്ക് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഞാനൊന്ന് കണ്ണു തുറന്നപ്പോ ഒരു ഗ്ലിംസില് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന്റെ കാഴ്ച കണ്ടപ്പം ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, എനിക്കിതൊന്നും കിട്ടിയില്ലേലും വേണ്ടുകയില്ല, എനിക്ക് അങ്ങ് ചെന്നാ മതിയെന്ന്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ഇവിടുത്തെ ദേശവും കാശെന്നും ദേശമെന്നും പറഞ്ഞ് വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തരുതേ. വല്ലവിധേനയും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിലേക്ക് നോക്കിക്കൊണ്ട് വേണം ജീവിക്കാനെന്ന് അബ്രഹാം പറഞ്ഞു കൊടുത്തു മക്കൾക്കും കൊച്ചുമക്കൾക്കും. നമ്മളൊക്കെ മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചിട്ട് വാഗ്ദത്തം ഉണ്ട് ബ്രദറെ, എന്റെ അപ്പച്ചനിടുന്ന കസേര എന്നെ ഇരുത്തുമെന്ന് വാഗ്ദത്തം ഉണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാ. ഭയങ്കര വാഗ്ദത്തങ്ങളാണ് നമുക്കുള്ളത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെക്കുറിച്ച് ഒരു വാഗ്ദത്തം ആരുടെയും മനസ്സിൽ കൂടെ പോകുന്നില്ല. അതുകൊണ്ട് ഈ ദേശം എന്ന് പറയുമ്പോൾ ഇതിനകത്തെ ഭൗതികമായ കാര്യങ്ങളോടുള്ള നമ്മുടെ ആ മോഹം നമ്മളൊന്ന് മാറ്റിവെക്കണം. നമുക്ക് ആവശ്യമുള്ള സ്ഥലം, ആവശ്യമുള്ള സാധനങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് അതാത് സമയത്ത് തരുന്നുണ്ട്. അത് മതി, അതിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കരുത്. അതിനകത്ത് ആവശ്യം, അതിൽ കൂടുതൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ വാസ്തവത്തിൽ ദോഷമാണ് ഉണ്ടാകും. ഇനി ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, കുറെ കൂടെ ഹാർഡായിട്ട് തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ ഉടമ്പടി വാഗ്ദത്വം എന്ന് പറയുന്നത്, ആദ്യത്തേത് എന്താണ്? ദേശം. രണ്ടാമത്തെ ഉടമ്പടി വാഗ്ദത്വം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, സന്തതി എന്നുള്ളതാണ്. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഇതാണ് സന്തതിയുടെ വാഗ്ദത്തം, എ ഗ്രേറ്റ് നേഷൻ. അബ്രഹാമെ, ഞാൻ നിന്നെ നോക്കുമ്പോൾ, കർത്താവ് അബ്രഹാമിനെ നോക്കിയിട്ട് പറയാണ്, അബ്രഹാമെ, ഞാൻ നിന്നെ നോക്കുമ്പോൾ നിന്നെ മാത്രമല്ല കാണുന്നത്, നിന്നിൽ നിന്ന് ഉത്ഭവിക്കാൻ പോകുന്ന നിന്റെ മക്കൾ, മക്കളുടെ മക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ ഒരു വലിയ ജാതിയെ ഞാൻ കാണുന്നുണ്ട്. ഇത് അബ്രഹാമിനോട് മാത്രമല്ല, ആദമിനോട് അവനെ സൃഷ്ടിച്ച ഉടനെ തന്നെ പറയുന്ന ആദ്യത്തെ അനുഗ്രഹം എന്താണ്? ഞാൻ ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. ആദാമിനോട് പറയുന്ന ആദ്യത്തെ കാര്യം തന്നെയാണ്. ആദാമിനോട് പറയുന്ന ആദ്യത്തെ കാര്യം തന്നെ എന്താണ്? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. കാര്യം ദൈവത്തിന്റെ മനസ്സിൽ ആദാം എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ലായിരുന്നു. ആദമിലൂടെ ദൈവത്തിന്റെ മക്കളായ ഒരു വലിയ സമൂഹം, ഒരു ജനത എന്ന് പറയുന്നത്, എ ഗ്രേറ്റ് നേഷൻ. ആദമിനോടും നോഹയോടും ഇത് തന്നെ പറയുന്നത്, മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ആദമിനോടും നോഹയോടും അബ്രഹാമിനോടും ഇത് പറയുമ്പോൾ ഈ ഗ്രേറ്റ് നേഷൻ എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടത്തിന്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ല. അവിടുത്തെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് എന്തല്ല, ആൾക്കൂട്ടമല്ല, ഒരു വിശുദ്ധ കൂട്ടം എന്നുള്ള നിലയിലാണ്. ഇനി മഹാനായ, എന്തുകൊണ്ടാണ് ഇതൊരു ഗ്രേറ്റ് ആകുന്നത്? ഗ്രേറ്റ് ഗാഡ്, ദൈവമായിരിക്കുന്ന, മഹാനായ ദൈവമായിരിക്കുന്ന ഒരു സമൂഹം. അത് ആദമും ആദമിന്റെ മക്കളുമാണെങ്കിൽ അതൊരു വിശുദ്ധ ഭവനമായിരിക്കണം. ആദമിന്റെ കുലമായിട്ടൊരു ട്രൈബൽ സെറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ അതൊരു വിശുദ്ധ കൂട്ടായ്മയായിക്കോട്ടെ, ഒരു വിശുദ്ധ ജനത, എ ഹോളി നേഷൻ. ആദമിലൂടെയും നോഹയിലൂടെയും അബ്രഹാമിലൂടെയും ഇസ്രായേൽ മക്കളിലൂടെയും യേശുക്രിസ്തുവിലൂടെയും എല്ലാം ദൈവം സ്വപ്നം കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു ഹോളി നേഷൻ, ഒരു വിശുദ്ധ ജനത എന്നുള്ളതാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന് 9-10 വാക്യം വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. വിശുദ്ധ വംശവും സ്വന്ത ജനവും, ഗോഡ്സ് ഓൺ പീപ്പിൾ. അതാണ് ആ ജനതയുടെ മാഹാത്മ്യം. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ എന്ന് പറയുമ്പോൾ നിന്നിൽ 10,000 മക്കളുണ്ടാകുമെന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. പ്രത്യേകത എന്താണ്? ഐ വിൽ മേക്ക് എ നേഷൻ ഓഫ് മൈ ഓൺ. എന്റെ സ്വന്തം ജനത്തെ ഞാൻ നിന്നിലൂടെ കാണുന്നുവെന്നാണ്. ആദമിലൂടെ ദൈവത്തിന്റെ ഒരു വിശുദ്ധ വംശത്തെ കർത്താവ് സ്വപ്നം കണ്ടിരുന്നു. അത് വേണ്ട രീതിയിൽ സംഭവിച്ചില്ല. നോഹയിലൂടെ അതേപോലെ തന്നെ ഒരു വിശുദ്ധ വംശത്തെ ദൈവം കണ്ടിരുന്നു. അതും വേണ്ട രീതിയിൽ സംഭവിച്ചില്ല. പിന്നീട് എന്താണ്? അബ്രഹാമിലേക്ക് തന്റെ അനുഗ്രഹത്തെ മാറ്റുകയാണ്. അബ്രഹാമിൽ മാത്രമല്ല ദൈവം കണ്ണുവച്ചിരുന്നത്, അബ്രഹാമിലൂടെ, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിലൂടെ, ഇസഹാക്കിന്റെ മക്കളായ ഗോത്രപിതാക്കന്മാരിലൂടെ, ആ ഗോത്രപിതാക്കന്മാരുടെ മക്കളായ ഇസ്രായേൽ മക്കളിലൂടെ
അവിടെ എല്ലാം ദൈവം എന്താണ് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. ഇവർ എല്ലാവരുമായിട്ടും, അബ്രഹാമുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി, ഇസഹാക്കുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി, യാക്കോബുമായി ഉടമ്പടി ഉണ്ടാക്കി, ഇസ്രായേൽ മക്കളുമായി ഉടമ്പടി ഉണ്ടാക്കി. അവരെല്ലാം ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നതും. ഇസ്രായേലിനെ കുറിച്ച് മോശ ഫറവോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫറവോന്റെ അടുത്ത് എന്ന് പറയുന്നത്, ദൈവം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ മകൻ, എന്റെ ആദ്യജാതൻ തന്നെ, എന്റെ മകനെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കുക. അപ്പോൾ ഇസ്രായേൽ മക്കൾ ആരാണ്? മകൻ. ആദാം മകനായിരുന്നത് പോലെ ഇസ്രായേൽ മക്കളും മകൻ എന്ന നിലയിലാണ്. പക്ഷെ ഇന്ന് ഇസ്രായേൽ മക്കളോ ആദാമോ നോഹയോ ഒന്നുമല്ല. ഇന്ന് അവന്റെ മകൻ എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. മർക്കോസിന്റെ വിശേഷം 1-1 വാക്യം വായിക്കുമ്പോൾ കാണുന്നതാണ്. നൗ ഹൂ ഈസ് ദ സൺ? എന്നും ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ആയിക്കോട്ടെ. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത് ആരാണ്? യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെയാണ് ഇന്ന് ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും ചൊരിയപ്പെടുന്നത്. ഇതാണ് റിയൽ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മൾക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം? ഈ അനുഗ്രഹം മക്കൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്, മക്കളാക്കുന്ന അനുഗ്രഹമാണ്. ആദാം ദൈവത്തിന്റെ മകൻ, നോഹ ദൈവത്തിന്റെ മകൻ, അബ്രഹാം ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകൻ. ഇസ്രായേൽ ദൈവത്തിന്റെ മകൻ, ദൈവപുത്രനായ യേശുക്രിസ്തു. ഇവർക്കുള്ള വാഗ്ദാനമാണ് സന്തതി എന്ന് പറയുന്നത്. ദൈവം തെരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ് സന്തതി. അവരിലൂടെ ദൈവത്തിന്റെ ഒരു വിശുദ്ധ ജനത്തിന്റെ ഉത്ഭവം ഉണ്ടാകുമെന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും അവൻ ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ സന്തതിയെ കണ്ട് സന്തോഷിച്ചെന്നാണ്. അവന്റെ സന്തതികളാണ് നമ്മൾ, അവന്റെ സന്താനമാണ്. അവനിലൂടെ ബ്ലഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു സന്താനം എന്നുള്ള നിലയിലല്ല നമ്മളെ കാണുന്നത്. എന്താണ്? അവനിലൂടെ ദൈവികമായ അധികാരം, അല്ലെങ്കിൽ ദൈവത്തെ എന്റെ പിതാവിനെ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, എന്റെ പിതാവിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ മകൻ എന്ന് പറയുന്നത്. എന്റെ അപ്പന്റെ സകല സ്വത്തും എന്റെയാണ്, എന്റെ അപ്പന്റെ അധികാരം എന്റെയാണ്. എന്റെ അപ്പനെ ഞാൻ പ്രതിനിധീകരിക്കുമ്പോൾ എന്റെ അപ്പൻ എന്താണോ അതെല്ലാം ഞാനുമാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ അപ്പന്റെ പ്രതിനിധിയായിട്ടാണ് എന്റെ നാട്ടിലൂടെ നടക്കുന്നത്. ഇതുപോലെ ദൈവം ഒരാളെ മകനാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ദൈവത്തിന്റെ പ്രതിനിധിയായി അവൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അങ്ങനെ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ അബ്രാമിനെ തെരഞ്ഞെടുത്തപ്പോൾ ആ അബ്രാമിനോട് ദൈവം പറയാണ്, ഞാൻ നിനക്ക് പകർന്ന ഈ പുത്രത്വ അവകാശം നിന്റെ സന്തതികളിലേക്ക് ഞാൻ പകർന്നു കൊടുക്കും. അങ്ങനെ എന്ത് സംഭവിക്കാൻ പോകുന്നത്? നിന്റെ സന്തതികൾ ഒരു ഗ്രേറ്റ് നേഷൻ ആവുകയാണ്. എന്തുകൊണ്ട് ഗ്രേറ്റ് നേഷൻ? അവരെല്ലാം ആരെ പ്രതിനിധീകരിക്കാൻ പോകുകയാണ്? മഹാനായ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവരാകും നിന്റെ മക്കൾ. അതുകൊണ്ട് അവർ എങ്ങനെയുള്ള ജനതയായിത്തീരും? ഒരു ഗ്രേറ്റ് നേഷൻ. നിന്നെ ഞാൻ ഒരു മഹാജനതയാക്കും, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ഗ്രേറ്റ് നേഷൻ, ഗ്രേറ്റ് ഗാഡിന്റെ, മഹാനായ ദൈവത്തിന്റെ ജനത എന്ന അർത്ഥത്തിലാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിനക്ക് മക്കൾ ഉണ്ടായിരിക്കുമെന്നാണ് അബ്രഹാമിന് കൊടുക്കുന്ന അടുത്ത വാഗ്ദത്തം. അതായത് ദൈവം അബ്രഹാമിനെ മകനാക്കി, പക്ഷേ അബ്രഹാമിൽ അത് അവസാനിക്കുന്നില്ല. ഈ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിനക്ക് എന്തുണ്ടാകും? നിനക്ക് സന്തതി ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. പ്രിയമുള്ളവരെ, ഇത്രയും വലിയ അനുഗ്രഹം ലോകത്തിൽ വേറെ ഒന്നും കിട്ടാനില്ല. എന്താണ് അനുഗ്രഹം? എനിക്ക് ദൈവം തന്ന എന്റെ അനുഗ്രഹത്തെ ഏറ്റുവാങ്ങുന്ന മക്കൾ എനിക്കുണ്ടാകുന്നതാണ് എനിക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിയൽ ബ്ലെസ്സിംഗ്. റിയൽ ബ്ലെസ്സിംഗ്. എന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മക്കൾ. പൗലോസിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ പൗലോസിന് എന്തുണ്ടായിരുന്നു? വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസ്. പൗലോസിന് ജനിച്ച മകനല്ലെങ്കിലും പൗലോസിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ പൗലോസിന് ആരുണ്ടായിരുന്നു? സന്തതി ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങാൻ സന്തതി ഇല്ലാതിരിക്കുന്നത് വലിയൊരു ശാപമാണ്. നമുക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങാൻ, കൈമാറ്റം ചെയ്യാൻ എനിക്ക് ആരുമില്ലെങ്കിൽ, അതാ ഇന്ന് പറ്റുന്ന പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രോബ്ലം. ഇന്ന് സഭയിലെ ആളുകൾ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, വരുന്നു, ആരാധിക്കുന്നു, കുറച്ചുനാൾ ആരാധിച്ചേച്ച് വല്ലതും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, കുറച്ച് സ്വത്തകാഴ്ച കിട്ടെങ്കിലായി, ഇല്ലെങ്കിലായി, പാട്ടും പാടി ഒടുവിൽ നേരെ ശവപ്പെട്ടിക്കകത്തോട് കയറിപ്പോന്നു. എന്തോ ലൈഫായത്. അതല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം. എന്താണ്? ദൈവം എനിക്ക് നൽകിയ അഭിഷേകം, ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹം, ദൈവം എനിക്ക് നൽകിയ അവകാശം ഞാൻ ആർക്ക് പകർന്നു കൊടുത്തേലേ പറ്റുള്ളൂ? എന്റെ മക്കൾക്ക് പകർന്നു കൊടുത്തേലേ പറ്റുള്ളൂ. അടുത്ത ഒരു അനുഗ്രഹം, മൂന്നാമത്തെ അനുഗ്രഹം ഇതിനോട് ചേർന്ന് തന്നെ സീഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേര്
വലുതാക്കും. എന്താണ് പേര് വലുതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിന്നെ എല്ലാവരും അറിയുമെന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മുടെ മനസ്സ്. നമ്മൾ അത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. എന്ത്? എന്റെ പേര് വലുതാകണം. പക്ഷെ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിന്റെ പേര് മഹനീയമായ ഒരു പേരാക്കും. പറഞ്ഞ മനസ്സിലാക്കണം. കാരണം നീ ഇപ്പോൾ ആരായി തീർന്നിരിക്കുകയാണ്? ദൈവത്തിന്റെ മകനായിരിക്കുകയാണ്. ദൈവത്തിന്റെ ഫാമിലിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഫാമിലി കയറി കഴിഞ്ഞാൽ എന്റെ ഫാമിലി സാജു ജോൺ മാത്യു എന്ന് പറയുന്നത് എന്റെ അപ്പന്റെ പേരാണ്. അപ്പന്റെ പേര് എന്റെ പേരിന്റെ കൂടെ ചേരുന്നതാണ് വാസ്തവത്തിൽ ജനനത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മകനാണെങ്കിൽ അപ്പന്റെ പേര് കൂടെ കാണും. അതാണ് ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ലാതെ നിന്നെ നാട്ടുകാർ അറിയുമെന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. അപ്പന്റെ പേര് നിനക്ക് കിട്ടും. അതായത് ദൈവം ഇവനെ വിളിച്ചിറക്കുന്നത് വരെ അവൻ എബ്രാം തേരഹ് എന്നായിരുന്നു അവന്റെ പേര്. പക്ഷേ ദൈവം വിളിച്ചിറക്കി മകനാക്കുമ്പോൾ എബ്രഹാം ഗാഡ് എന്നാകും അവന്റെ പേര്. അവന്റെ പേരിന്റെ കൂടെ എന്തുകൂടെ വരികയാണ്? ദൈവത്തിന്റെ പേരൂടെ വരികയാണ്. ഇതാണ് വീണ്ടും ജനിക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന പ്രത്യേകത. When you are born again, your name is changed. വേറൊരു പേര് കിട്ടുകയാണ്. എന്ത് പേര്? യേശുവിന്റെ പേരൂടെ നമ്മുടെ പേരിന്റെ കൂടെ ചേരുകയാണ്. A new name is given. ഇതാണ് വലിയ അനുഗ്രഹം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ദേശത്തിന്റെ കുറച്ച് വസ്തുവും വകകളും ആടിന് പുല്ല് കിട്ടുന്നതും ഒന്നുമല്ല. ഹാരാനിൽ അവർക്ക് കിട്ടിയ ആളുകളോ പണമോ സമ്പത്തോ ഒന്നുമല്ല ഇവരുടെ അനുഗ്രഹം. എന്താണ്? ഒന്ന്, അവനെ ദൈവം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. സെപ്പറേറ്റ് ചെയ്തിട്ട് ദൈവത്തിന്റെ ഭാഗമാക്കുകയാണ്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ്? എന്റെ ജനത്തെ, എന്നെ ആരാധിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സേവിക്കേണ്ടതിന്. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകത്തക്ക നിലയിൽ, ഞാൻ അവർക്ക് പിതാവും അവരെനിക്ക് മകനും ആകത്തക്ക നിലയിൽ ഒരു ആരാധക സമൂഹമാക്കി നമ്മളെ മാറ്റുന്നതാണ് അനുഗ്രഹം. രണ്ട്, അവൻ നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് അനുഗ്രഹം. മൂന്ന്, അവന്റെ പേര് നമ്മുടെ പേരിന്റെ കൂടെ ചേർത്ത് അതൊരു മഹനീയമായ പേരാക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഈ പേരാണ് നമുക്ക് ശരിയായിട്ടുള്ള അതോറിറ്റി തരുന്നത്. എന്റെ കുടുംബത്തിന് എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശം തരുന്നത് എന്റെ പേരിന്റെ കൂടെ മാത്യു എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും സാജു ജോൺ സൺ ഓഫ് മാത്യു എന്ന് പറഞ്ഞ് എഴുതണം, അല്ലേ? നമ്മൾ ആധാരം എഴുതിയാലും നമ്മുടെ പേരിനകത്ത് യാതൊരു നിലനിൽപ്പും ഇല്ല. ഉണ്ടോ? ആധാരം എഴുതിയവർക്കറിയാം. അപ്പൊ എന്താ എഴുതുന്നത്? നമ്മുടെ അപ്പന്റെ പേരും കൂടെ ചേർത്ത് എഴുതുകയാണ്. അതെന്താ നമ്മളെ കാണിക്കുന്നത്? എനിക്കിത് ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം എന്റെ പിതാവിന്റെ പേര് ഞാൻ ഉപയോഗിക്കുമ്പോഴാണ് അത് എനിക്കുള്ള അധികാരമാണ്. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള എന്റെ പിതാവിന്റെ സ്വത്ത് ഞാൻ എഴുതി വിൽക്കുമ്പം, ഒത്തിരി എഴുതി വിട്ടിട്ടുണ്ട്, എഴുതി വിൽക്കുമ്പം എന്താ സംഭവിക്കുന്നത്? എന്റെ പിതാവിന്റെ സ്വത്ത് എഴുതി വിൽക്കാനുള്ള അധികാരം എനിക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ബെയർ ഹിസ് നെയിം. ഹല്ലേലൂയ. ഇതാണ് വാസ്തവത്തില് നമുക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. ആ ഇൻഹെറിറ്റൻസ് നമ്മൾ 127 സങ്കീർത്തനം വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് മക്കളെ യഹോവ നൽകുന്ന അവകാശം, അതെന്താണ്? അതൊരു ഒരു 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 ഇൻഹെറിറ്റൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് പൈതൃകമായി ലഭിക്കുന്ന അവകാശമാണ്. അത് മക്കളാണ് ദൈവം നൽകുന്ന അവകാശം എന്ന് പറയുന്നത്. ആ അവകാശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അബ്രഹാമിന്റെ കാര്യത്തിൽ അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത വസ്തു എന്ത് ചെയ്തില്ല? അവന് കിട്ടിയില്ല. പക്ഷെ അവന് വസ്തു കിട്ടിയില്ലെങ്കിലും ദൈവത്തെ പ്രതിനിധീകരിക്കാൻ അവന് ലഭിച്ച അവകാശം പകർന്നു കൊടുക്കാൻ ദൈവം അവന് ഒരു തലമുറയെ കൊടുത്തു. അതാ വലിയ അനുഗ്രഹം. എനിക്ക് ദൈവം നൽകിയ, എന്റെ മേൽ ഭരമേൽപ്പിച്ച അനുഗ്രഹത്തെ പകർന്നു കൊടുക്കാൻ ഒരു തലമുറ, ജനറേഷൻസിലേക്ക്. അതുകൊണ്ട് ഞാൻ പൗലോസിന്റെ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്, എന്റെ കൈവെപ്പിനാൽ നിന്നിലേക്ക് പകർന്ന് കിട്ടിയതായ കൃപാവരങ്ങളെ നീ ജ്വലിപ്പിച്ചുകൊള്ളുക. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്കുള്ള അനുഗ്രഹങ്ങളാക്കി വെച്ചോണ്ടിരിക്കാനല്ല, പ്രത്യേകത എന്താണ്? അത് പകർന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ. ഒരു ജനറേഷൻ, ആ ജനറേഷനാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പിതാക്കന്മാരുടെ, പാട്രിയാർക്സിന്റെ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ വേദപുസ്തകത്തിലെ വ്യക്തികളുടെ ചരിത്രം നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അവരുടെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് കാണിക്കുന്നത് എന്താണ്? ഒരാളെ കുറിച്ചൊരു വലിയൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ നമ്മൾ അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ചിലപ്പം എഴുതി തന്നിരിക്കും. പക്ഷെ ഇത് കൺസൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ്
കളഞ്ഞിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതും. മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതാനുണ്ട്. പക്ഷെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു വാചകത്തിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ഉടനെ നമ്മൾ ഒരിക്കലും പറയത്തില്ല മഹാത്മാഗാന്ധി കഷണ്ടി തലയനായിരുന്നു, മഹാത്മാഗാന്ധിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, ഇതുപോലെ നമ്മൾ പറയുന്നത്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ ഏറ്റവും കോറായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് 1000 കൂട്ടം കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണും. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. എന്ത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ഇതുപോലെ പാട്രിയാർസിന്റെ ചരിത്രം വേദപുസ്തകത്തിൽ എഴുതാൻ സ്ഥലമില്ലാതെ കൺസൈസ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ എഴുതറിയാമോ? അവര് മക്കളെ ജനിപ്പിച്ച കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? അതാ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. എന്നാൽ ഒരു കാര്യമുണ്ട്, അവിടെ തന്നെ കൺസൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ജനിപ്പിച്ച എല്ലാ മക്കളുടെയും പേര് പോലും എഴുതിയിട്ടില്ല. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ മാത്രമല്ലല്ലോ ജനിപ്പിച്ചാണോ? അല്ല. എന്നിട്ടും ഇസ്ഹാക്കിന്റെ പേര് മാത്രം എഴുതാൻ എന്താ കാര്യം? ദൈവം അവന് കൊടുത്ത അധികാരം ഇവൻ കൈമാറ്റം ചെയ്തത് ഏത് മകനാണ്, അതാണ് എഴുതിയിരിക്കുന്നത്.